T55 പ്ലസ് എന്ന സ്മാർട്ട് വാച്ചിൻ്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ആക്ച്വലി ഒരു ബഡ്ജറ്റ് റേഞ്ചിലെ സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1450 രൂപയാണ്. സോ അപ്പം ആ ഒരു പ്രൈസിന് ഇത് വേർത്താണോ, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. സോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. സോ ഇതാണ് T55 പ്ലസ് എന്ന സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞ് ഇവിടെ ഫ്രണ്ടിലായിട്ട് T55 പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാച്ചിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ വാച്ച് ഫേസിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ വാച്ച് മെയിൻ മെനു ബാറിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സീരീസ് 6 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈന, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ബുക്ക്ലെറ്റ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ സ്മാർട്ട് വാച്ച് ഡിസ്പ്ലേ നെവർ സ്ലീപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ ബാക്കിലായിട്ട് ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് സ്കാൻ ചെയ്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ കസ്റ്റമായിട്ടുള്ള വാച്ച് ഫേസൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നീട് നമുക്ക് വരുന്നത് മെയിനായിട്ട് വാച്ച് വരുന്നുണ്ട്, പിന്നീട് ഒരു സ്ട്രാപ്പും വരുന്നുണ്ട്. നമുക്ക് സ്ട്രാപ്പ് ഒന്ന് പുറത്തെടുക്കാം, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റിയുള്ളൊരു സിലിക്കോൺ സ്ട്രാപ്പ് തന്നെയാണ് വരുന്നത്. ഇതിന് മുൻപ് അൺബോക്സ് ചെയ്ത W26 Plus Pro ആ ഒരു വാച്ചിനൊക്കെ ഉണ്ടായ അതേ തരത്തിലുള്ള സ്ട്രാപ്പ് തന്നെയാണ് ഇന്ന് വെച്ച് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ് വരുന്നത്. പിന്നീട് വരുന്നത് മെയിനായിട്ട് നമ്മുടെ വാച്ചാണ്. നമുക്ക് വാച്ച് ഒന്ന് പുറത്തെടുക്കാം. ഒരു പ്ലാസ്റ്റിക്കൻ റാപ്പൊക്കെ ചെയ്തിട്ടാണ് വാച്ച് വരുന്നത്. സോ നമുക്ക് വാച്ച് മാറ്റി വെക്കാം. പിന്നീട് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു ചാർജിങ് കേബിളാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെയുള്ള ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ചാർജിങ് കേബിളാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. മെയിനായിട്ട് വാച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിലിക്കോൺ ആയിട്ടുള്ള സ്ട്രാപ്പ് വരുന്നുണ്ട്, പിന്നീട് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് മെയിനായിട്ടുള്ള വാച്ചിലേക്ക് വരാം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് തന്നെ. നമുക്ക് ഇതൊക്കെ ഒന്ന് അടത്തി കളയാം. സോ ഇതാണ് T55 പ്ലസ് സ്മാർട്ട് വാച്ച്. നമ്മളിതിൻ്റെ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കയ്യിലെടുക്കുന്നതിൻ്റെ ഫീൽ ചെയ്യും. നല്ലൊരു ക്വാളിറ്റിയിലാണ് ഈ ഒരു വാച്ച് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ക്രൗൺ വരുന്നത്. ഇതൊരു സ്ക്രോളബിൾ ആയിട്ടുള്ള ക്രൗൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്ക് വരുന്നുണ്ട്, പിന്നീട് പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ല് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ചാർജർ കണക്ട് ചെയ്യാനുള്ള പോർട്ട് പ്ലേസ് ഇവിടെയാണ് വരുന്നത്. ബാക്ക് ഒരു ഗ്ലാസ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് T55 പ്ലസ് എന്നുള്ളത്. വാച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റൈലിലുള്ള വാച്ച് ഫേസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റമായിട്ടുള്ള വാച്ച് എനിമേറ്റഡ് ആയിട്ടുള്ള വാച്ച് ഫേസ് നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള കസ്റ്റമായിട്ടുള്ള വാച്ച് ഫേസസ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നമുക്കിതിൻ്റെ താഴെ നമുക്കിതിൽ എക്സ്പ്ലോർ ചെയ്ത് നമുക്കിവിടെ ബ്ലൂടൂത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മെയിൻ മെനു ബാർ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള മെയിൻ മെനു ബാർ സ്റ്റൈല്. രണ്ടാമത്തെ സ്റ്റൈൽ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അടുത്തൊരു നോർമൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ സ്റ്റൈൽ കൂടി നമുക്കൊന്ന് ആക്റ്റീവ് ചെയ്ത് നോക്കാം. ഇതാണ് മൂന്നാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെയുള്ളൊരു സ്റ്റൈലാണ്. എനിക്ക് ഈ ഒരു സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നീട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ടൈം, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സെറ്റിങ്സ് ഇതൊക്കെ നമുക്ക് കസ്റ്റമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നീട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റായിട്ട് ബ്ലൂടൂത്ത് സെറ്റിങ്സ് ആണ് വരുന്നത്. പിന്നീട് സൗണ്ട്, പിന്നീട് വോളിയം. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഞാൻ ഏറ്റവും കുറഞ്ഞ ബ്രൈറ്റ്നസ്സിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഒരുപാട് ഇത്ര വരെ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റുന്നത്, ഇപ്പോൾ കുറച്ച് വെക്കുകയാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ഔട്ട് ഓഫ് ടൈം നമുക്ക് 16 സെക്കൻഡ് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ഇൻഫോർമേഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യാം. പിന്നീട് റീസെറ്റ് ഓപ്ഷൻ, പിന്നീട് അബൌട്ട് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം T55 പ്ലസ് എന്ന മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ അബൌട്ട് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു വാച്ചുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പേര് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മെസ്സേജ്, റിമൈൻഡർ, പിന്നീട് റിമോട്ട് സെൽഫ് ടൈമർ, അതിൻ്റെ സ്ലീപ്പ്,
മോണിറ്ററിങ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് HR, മെഷർമെൻറ്റ്, പവർ സേവിങ് മോഡ്, ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നീട് ഇവിടെ നമുക്ക് താഴത്തായിട്ട് ഡയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് നമുക്ക് വാൾപേപ്പർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഡയൽ അതുപോലെ തന്നെ ലോക്കൽ ഡയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഡയൽ എന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാൾപേപ്പറിന് ഓൾറെഡി ഒന്ന് കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വാൾപേപ്പർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത വാൾപേപ്പർ എന്ന് പറയുന്നത്. നമ്മുടെ ഫോൺ, അതായത് നമ്മുടെ ചാനലിലെ ലോഗോ ആണിത്. സോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് വാൾപേപ്പറായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഈ ഒരു വാച്ചിനെ പറ്റി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ്. ഡിസൈൻ ഓൾവേസ് ആപ്പിൾ വാച്ച് സീരീസ് 6ൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാച്ചിന് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള കയ്യിൽ കെട്ട് ആപ്പിൾ വാച്ച് ആണോ എന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാച്ചിന് വരുന്നത്. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേ 1.75 ഇഞ്ചിൻ്റെ HD IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 2.5Dയുടെ കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേയും കൂടെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള വാച്ച് ഫേസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അനിമേറ്റഡ് ആയിട്ടുള്ള വാച്ച് ഫേസും ഇതിൽ വരുന്നുണ്ട്. കാൽക്കുലേറ്റർ പോലുള്ള ആപ്ലിക്കേഷനും ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 220 mAh ആണ് ഇതിൻ്റെ ബാറ്ററി ആയിട്ട് വരുന്നത്. നല്ലൊരു ബാറ്ററി ബാക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാച്ചിന് വരുന്നുണ്ട്. സോ ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാച്ച് ഒരു ബെസ്റ്റ് ആയിട്ടൊരു വാച്ച് തന്നെയാണ്. 1450 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വാച്ച് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.